Hello all, it's June, the time for reopening of schools. All the kids must be very busy packing their bags to school. On this special day, Faisals is coming up with some dental tips for kids. ഡോക്ടർ ഒരു കുട്ടി ദിവസത്തിൽ എത്ര പ്രാവശ്യം പല്ല് തേക്കണം? മിനിമം ഒരു 2 തവണ എന്തായാലും പല്ല് തേക്കണം. രാവിലെ രാത്രിയിൽ പല്ല് തേക്കുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. രാവിലെ പല്ല് തേക്കുന്നതിനേക്കാൾ ഏറെ പ്രാധാന്യം അർപ്പിക്കുന്നു രാത്രിയിലുള്ള ബ്രഷ് ചെയ്യൽ. കാര്യം പകൽ നേരം മുഴുവൻ നമ്മൾ കഴിച്ച ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരുത്താം. പല്ല് കേടാവാനുള്ള ചാൻസസ് കൂടുതലും രാത്രി സമയത്താണ്. കാര്യം സ്വതവേ നമ്മുടെ വായിലുള്ള ഉമിനീർ പ്രവാഹം ആ സമയത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ രാത്രിയിലും രാവിലെയും തീർച്ചയായും ബ്രഷ് ചെയ്യേണ്ടത് അത്യാവശ്യം. ടിഫിൻ ബാഗിൽ നമ്മൾ പല്ലിന്റെ ആരോഗ്യത്തിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മധുര പലഹാരങ്ങൾ ഒത്തിരി ഇഷ്ടമുള്ള കുട്ടികളാണ്. കുട്ടികളെ ഏത് പ്രായത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, ഇത്തരത്തിലുള്ള മധുര കൊടുത്തു വിടുന്ന സമയത്ത് ഒത്തിരി സ്റ്റിക്കി ആയിട്ടുള്ള മധുര പലഹാരങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാര്യം കുട്ടികൾ സ്കൂളിൽ അയക്കുന്ന സമയത്ത് അവർ പ്രോപ്പറായിട്ട് വായ കഴുകി എന്ന് വരില്ല. അപ്പോൾ ഈ സ്റ്റിക്കി ആയിട്ടുള്ള മധുര പലഹാരങ്ങൾ ഫുഡിൽ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവ പല്ലുമായിട്ട് ഒട്ടിപ്പിടിച്ചിരുന്ന് പല്ലുകൾ കേടാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പച്ചക്കറികൾ ഒത്തിരി ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹരിക്കാൻ പറ്റും. ഡോക്ടർ, ഈ കോള പോലത്തെ എയറേറ്റഡ് ഡ്രിങ്ക്സ് പിന്നെ സ്വീറ്റ് ആൻഡ് ജ്യൂസസ് ഒക്കെ പല്ലിന്റെ ആരോഗ്യത്തിന് ഹാനികരമാണ്. തീർച്ചയായിട്ടും പരിധി കൂടുതൽ എന്തൊക്കെ ഉപയോഗിക്കുന്നത് തീർച്ചയായും പല്ലിന്റെ ആരോഗ്യത്തിനെ ബാധിക്കുകയൊക്കെ ചെയ്യും. ഒന്നാമത്തെ ഇതിലേക്ക് ഷുഗർ കണ്ടന്റ് ആണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ എയറേറ്റഡ് ഡ്രിങ്ക്സ് പല്ലിലെ ഇനാമൽ നഷ്ടപ്പെടാനായിട്ട് ഒരു കാരണം ആയിട്ടുള്ള ഏജന്റ് കൂടിയാണ്. അപ്പൊ എപ്പോഴും പല്ലിന്റെ ആരോഗ്യത്തിന് നല്ലത് അവിടെ പ്ലെയിൻ ആയിട്ടുള്ള വെള്ളം കുടിക്കുന്നത് തന്നെയാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും ഡെന്റൽ കേരീസിന്റെയും മോണരോഗത്തിന്റെയും ഒക്കെ ഇൻസിഡൻസ് ഭയങ്കര കുറവായിരിക്കും. ഈ കുട്ടികൾക്ക് ഈ ഷെയറിംഗ് ടെൻഡൻസി നല്ലോണം കൂടുതലാണോ? ഒരു വാട്ടർ ബോട്ടിൽ സ്ട്രോ ഇങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഷെയർ ചെയ്യരുത്. വാട്ടർ ബോട്ടിൽസ് ആയാലും സ്ട്രോ ആയാലും ഒരാൾക്കുള്ള അസുഖങ്ങൾ മറ്റൊരാളിലേക്ക് പകരാനുള്ള ഏജൻസ് ആയിട്ട് മാറും ഇവരൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഒരിക്കലും വാട്ടർ ബോട്ടിൽസും സ്ട്രോസും എസ്പെഷ്യലി വാട്ടർ ബോട്ടിൽസ് എന്ന് പറയുമ്പോൾ സിപ്പർ ബോട്ടിൽസ് ആ സിപ്പർ തന്നെ മറ്റൊരാൾ ഉപയോഗിക്കുന്ന രീതിയിൽ ഷെയർ ചെയ്യുന്നത് ഒരിക്കലും ആരോഗ്യത്തിന് നല്ലതല്ല. പ്രത്യേകിച്ച് ഇപ്പൊ കൊറോണ പോലെയുള്ള അസുഖങ്ങൾ ഒത്തിരി കൂടുതലാകുന്നു എന്ന് പറയുന്ന ഈ സാഹചര്യത്തിൽ ഒരിക്കലും അത് ഷെയർ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു ടൂത്ത് ബ്രഷ് നമുക്ക് എത്ര നാളെ ഉപയോഗിക്കാൻ പറ്റും? ഒരു ടൂത്ത് ബ്രഷ് നമുക്ക് മാക്സിമം ഒരു 3 മാസം വരെ ഉപയോഗിക്കാം. അതിനുള്ളിൽ നമ്മൾ ടൂത്ത് ബ്രഷ് മാറ്റേണ്ടതാണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും അസുഖങ്ങളോ പനി ചുമ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ടൂത്ത് ബ്രഷ് മാറ്റുന്നത് പിന്നീടുള്ള നമ്മുടെ രോഗം തടയാനായിട്ട് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ മാറ്റുക, അല്ല എന്നുണ്ടെങ്കിൽ 3 മാസം വരെ ഉപയോഗിക്കാം. പിന്നെ ഒത്തിരി ടൂത്ത് ബ്രഷ് ഒത്തിരി ഫോഴ്സ് കൊടുത്ത് ഉപയോഗിക്കുന്നവർക്ക് അതെപ്പോഴും പെട്ടെന്ന് കേടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒത്തിരി ഫോഴ്സ് കൊടുക്കാതിരിക്കാൻ, അങ്ങനെ ഫോഴ്സ് കൊടുത്ത് ബ്രഷിന്റെ ബ്രിസിൽസ് വിടർന്നു പോകുകയാണെങ്കിൽ ഈ 3 മാസം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് മാറാവുന്നതാണ്. അപ്പൊ ഈ പാൽപ്പല്ലിന് വരുന്ന കേടുകൾ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും പാൽപ്പല്ലുകളിൽ വരുന്ന ചെറിയ കേടുകളെ അടച്ചു സൂക്ഷിക്കുകയും അതിൽ കൂടുതലായിട്ട് വരുന്ന കേടുകളെ പൾപെക്ടമി, അതായത് മുതിർന്നവരിൽ റൂട്ട് കനാൽ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് പോലെ തന്നെ കുട്ടികളിലെ വേദ ചികിത്സ ചെയ്യുന്നതിനെയാണ് പൾപെക്ടമി എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ചികിത്സകൾ ചെയ്ത് തീർച്ചയായിട്ടും പാൽപ്പല്ലുകളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഈ പല്ലുകളിൽ വരുന്ന കേടുകൾ സമയത്തിന് ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് കാരണം ഇതിന്റെ അടിയിൽ വരുന്നതായിട്ടുള്ള പെർമനന്റ് പല്ലുകൾക്ക് കേടുപാടുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഈ പല്ലുകൾ എന്തെങ്കിലും കാരണം നമുക്ക് എടുത്ത് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഇനി വരുന്ന പല്ലുകളെ, അതായത് പെർമനന്റ് പല്ലുകൾ നിരതെറ്റി വരാനുള്ള ചാൻസസും ഒക്കെ ഉണ്ട്. അപ്പോൾ കുട്ടിയുടെ ഒരു പെർമനന്റ് പല്ലുകളുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ചിടത്തോളം പാൽപ്പല്ലുകൾക്കുള്ള റോള് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വരുന്ന ചെറിയ കേടുകളെ അടച്ച് ചികിത്സിക്കുക തന്നെ വേണം. ഒരു കുട്ടിയുടെ ദന്ത സംരക്ഷണം എപ്പോൾ തൊട്ട് തുടങ്ങണം? ഒരു കുട്ടി ജനിക്കുന്ന സമയം തൊട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദന്ത സംരക്ഷണം ആവശ്യമാണ്. ആ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഗംപാഡ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആയിരിക്കും. നമുക്ക് പല്ലുകൾ ഉണ്ടാവില്ല.
ആ കമ്പാറ്റ്സ് ക്ലീൻ ചെയ്യുന്നത് തന്നെ ദന്ത സംരക്ഷണത്തിന്റെ തുടക്കം തന്നെയാണ്. ആ കമ്പാറ്റ്സ് ക്ലീൻ ചെയ്ത് വെക്കുന്നത് പാൽപ്പല്ലുകൾ ആരോഗ്യത്തോടെ വരാനായിട്ട് ഡെഫിനറ്റ് ആയിട്ടും സഹായിക്കും. രാത്രിയിൽ മുല കുടിച്ച് ഉറങ്ങുന്ന കുട്ടികൾ അതിന്റെ ഒരു പ്രാവശ്യം ഫീഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു സിപ്പ് വെള്ളം കൂടി കൊടുക്കാനായിട്ട് പാരന്റ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നഴ്സിംഗ് ബോട്ടിൽ കേരീസ് പോലെയുള്ള ഒത്തിരി പല്ലുകളെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല്ലിന്റെ കേടുകളെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ കുട്ടി കുഞ്ഞായിരിക്കുമ്പോൾ കമ്പാറ്റ്സിനെ ക്ലീൻ ചെയ്യാം. എന്തുകൊണ്ടാണോ ആദ്യത്തെ പല്ല് വരുന്നത് അപ്പൊ തൊട്ട് അവരിൽ ടൂത്ത് ബ്രഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവർ വായയിൽ നിന്ന് തുപ്പിക്കളയാനായിട്ട്, നമ്മൾ വായിൽ വെക്കുന്നതായിട്ടുള്ള ഒരു വസ്തു നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ തുപ്പിക്കളയാവുന്നുള്ള ഒരു അവസ്ഥ വരുമ്പോൾ ടൂത്ത് പേസ്റ്റും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇങ്ങനെയാണ് കുട്ടിയുടെ ഒരു ദന്ത സംരക്ഷണത്തിന്റെ ഒരു പല സ്റ്റേജുകൾ വരുന്നത്. ഒരു കുട്ടി എത്ര ഫ്രീക്വൻസിയിൽ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യണം? ഒരു കുട്ടി 6 മാസം മുതൽ 1 വർഷം കാലയളവിനുള്ളിൽ ഒരു പ്രാവശ്യമെങ്കിലും, അതിപ്പം കുട്ടികളായാലും മുതിർന്നവരായാലും ഒരു ഡെന്റൽ വിസിറ്റ് അത്യാവശ്യമാണ്. കാര്യം ഇത്തരത്തിലുള്ള വിസിറ്റുകൾ കൊണ്ട് പല്ലിന് വരുന്നതായിട്ടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളെ ഏർലി അവസ്ഥയിൽ തന്നെ കണ്ടുപിടിച്ച് അതിന് ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുകയും അല്ലെങ്കിൽ അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വേദനയിലേക്ക് എത്താതിരിക്കാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കാലയളവിനുള്ളിൽ 1 പ്രാവശ്യം ആണ് വിസിറ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. So these are some tips for your kids' dental care. Stay tuned for more updates. Thank you.